ശ്രീ കമാൽ പാഷ, ഈ നിയമവിദ്യാർത്ഥിനെ കൊലപ്പെടുത്തിയ കേസ് പ്രതിക്ക് വധശിക്ഷ ഹൈക്കോടതിയും ശരിവെച്ചിരിക്കുകയാണ്. താങ്കൾ എങ്ങനെയാണ് ഈ വാർത്തയെ കാണുന്നത്? അത് ശരിയായ ഒരു വിധി തന്നെയാണ്. ട്രയൽ കോടതിയുടെ വിധി, അതായത് വിചാരണ കോടതിയുടെ വിധിയും ശരിയാണ്. അതിന്റെ കൺഫർമേഷൻ, ഡെത്ത് കൺഫർമേഷന് വേണ്ടി, അതായത് DR ആയിട്ട് അയച്ചിട്ടുള്ളത്, അത് അംഗീകരിക്കപ്പെടേണ്ടത് തന്നെയായിരുന്നു. കോടതി അത് അംഗീകരിച്ചു എന്നുള്ളതും സത്യമാണ്. ഹൈക്കോടതി പുതിയതായിട്ട് തെളിവൊന്നും എടുത്തല്ല, നേരത്തെ ആ കേസിലുള്ള തെളിവുകൾ തന്നെയാണ് വിശകലനം ചെയ്യുന്നത്. ഡെത്ത് സെന്റൻസ് കൊടുക്കേണ്ടതാണോ അല്ലയോ എന്നുള്ളത് മാത്രമേ അവിടെ നോക്കാനുള്ളൂ. അതിനകത്ത് പിന്നെ പ്രതി അപ്പീൽ കൊടുത്തിരുന്നു. അതുകൊണ്ട് അതിന്റെ കൺവിക്ഷൻ, ശിക്ഷ വധം, അതായത് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത് ശരിയാണോ അല്ലയോ എന്നുള്ളതും കൂടെ കോടതിക്ക് തീരുമാനിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അത് രണ്ടും, അതിനകത്ത് കൺവിക്ഷന് ചലഞ്ച് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. കാരണം വളരെ ശാസ്ത്രീയമായ തെളിവുകൾ നന്നായിട്ട് അത് ശേഖരിച്ചിരുന്നു. അതായത് ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് DNA ആണ്. ഈ പ്രതിയുടെ DNA ഈ പെൺകുട്ടിയുടെ ദേഹത്ത് കടിച്ച പാടിലും, അതുപോലെ തന്നെ അതിന്റെ ഷാളിലും, അതുപോലെ തന്നെ ഇയാളുടെ ഈ തൊലിയുണ്ടല്ലോ, സ്കിൻ, അതിന്റെ നഖത്തിനിടയിൽ നിന്ന്, പെൺകുട്ടിയുടെ നഖത്തിനിടയിൽ നിന്ന് ഡിഫെൻസീവ് ആണ് ആ സമയത്ത് അതിന് കിട്ടിയതും. അതിൽ നിന്നെല്ലാം ഇയാളെ DNA വേർതിരിച്ചെടുത്തിരുന്നു. ഇത് വരാൻ വേറെ മാർഗമൊന്നുമില്ല. ചിലപ്പോൾ ഒരുപക്ഷെ അയാൾക്ക് പറയാവുന്നത് ഈ DNA പിന്നെ എന്നെ അറസ്റ്റ് ചെയ്തതിന് ശേഷം എന്റെ ദേഹത്തുനിന്ന് തൊലിയെടുത്ത് അയച്ചതാണെന്നൊക്കെ പറയാൻ വേണമെങ്കിൽ, പക്ഷേ അതിനൊക്കെ മുമ്പേ, ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതിനൊക്കെ മുമ്പേ ഇത് ലാബിൽ പോയതാണ്. അതുകൊണ്ട് ആ വാദമൊന്നും നിലനിൽക്കുന്നതല്ല, ഒരു കാര്യമുള്ളതല്ല. അപ്പൊ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയാൽ, അതായത് ദൃക്സാക്ഷികളുള്ള കേസാണെങ്കിൽ ചിലർ പറയും അതിലെ ഇത് വിധി ഇങ്ങനെ വരാൻ പാടുള്ളൂ, വധശിക്ഷ കൊടുക്കാൻ പാടുള്ളൂ. തെറ്റാണത്. കാരണം ദൃക്സാക്ഷികളാണെങ്കിൽ സാക്ഷികൾക്ക് കള്ളം പറയാം. വിറ്റ്നസ് മേ ലൈ ബട്ട് സർക്കംസ്റ്റാൻസ് കനോട്ട്. സാഹചര്യങ്ങൾക്ക് കള്ളം പറയാൻ പറ്റത്തില്ല എന്നുള്ളതാണ് നമ്മുടെ തത്വം, നിയമതത്വം. അങ്ങനെ വരുന്നവരെ ഇത് വളരെ ശരിയായ വിധി തന്നെയാണ്. ആ വിധിയിൽ ഒരു കുറ്റവും കാണാക്കത്തില്ല. പിന്നെ റയറസ്റ്റ് എമംഗ് റയർ ആണോ ഇല്ലയോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതിന് സ്പെഷ്യൽ സർക്കംസ്റ്റാൻസ് വേണം. നമ്മുടെ 354 CRPC അനുസരിച്ച് സ്പെഷ്യൽ സർക്കംസ്റ്റാൻസ് വേണം, സ്പെഷ്യൽ റീസൺസ്. എന്താണ് ഇതിൽ സ്പെഷ്യൽ റീസൺസ് എന്ന് നമ്മൾ പറഞ്ഞു നോക്കിയാൽ, ഈ ഒറ്റയ്ക്ക് ഉള്ള ഒരു പെൺകുട്ടി, നിരായുധ ആയിട്ടുള്ള ഒരു പെൺകുട്ടി, അതിനെ ഇതേപോലെ ആ വീട്ടിൽ അതിക്രമിച്ച് കയറി അതിനെ ആക്രമിക്കുകയാണ്. അതിനെ ശാരീരികമായിട്ട് അത്രത്തോളം പീഡിപ്പിച്ചാണ് കൊലപ്പെടുത്തിയേക്കുന്നത്. വളരെയധികം പീഡിപ്പിച്ചിട്ടുണ്ട്, കൊലപ്പെടുത്തിയതാണ്. അപ്പൊ അതിന്റെ ശരീരമാസകലം കടിച്ച പാടുകൾ ഇതുപോലൊക്കെയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളും അതുപോലെ ഒന്ന്. പിന്നെ അത് മാത്രമല്ല, സമൂഹ മനസാക്ഷി ഞെട്ടിക്കുന്ന ഒരെണ്ണം. പിന്നെ ഇതുപോലെ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ട് കൊലപ്പെടുത്തി, അതായത് അതിനെ യഥാർത്ഥത്തിൽ അതിനെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുകയാണ്. ഇതുപോലുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഏതായാലും എപ്പോഴും സ്പെഷ്യൽ റീസൺസിനകത്ത് വരാം. പിന്നെ അത് കൂടാതെ വേറെ കാര്യമുള്ളത്, അതായത് ഒരു വളരെ ഡയബോളിക്കായിട്ട്, അതായത് ബ്രൂട്ടലായിട്ടുള്ള ഗ്രൂസം മർഡർ എന്ന് നമ്മൾ പറയാവുന്ന ഒരു കൊലപാതകമാണ്, മർഡറാണ്. അപ്പൊ അതിനകത്ത് ഒരു സംസ്ഥാനത്തിൽ നിന്ന് വന്ന ഒരാള്, അല്ലാതെ ഈ പെൺകുട്ടി അവനുമായിട്ട് പരിചയമുണ്ടെന്നുള്ളത് പോലും വന്നിട്ടില്ല, ഒന്നുമില്ലാത്തതാണ്. അങ്ങനെയുള്ളപ്പോൾ ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഈ പ്രതി ഇത് ഇങ്ങനെ വന്ന് ഇവിടെ അതിക്രമിച്ച് കയറി ഇതുപോലെ ഒരു കൊലപാതകം നടത്തിയേക്കാണ്. ഇതെല്ലാം സ്പെഷ്യൽ റീസൺസ് ആണ്, ഒരു പ്രശ്നവുമില്ല, കൊടുക്കേണ്ടതാണ്. അതായത് ഇത് സമൂഹത്തിന്റെ കരച്ചിലിന് ഒരു മറുപടിയാണ് ഈ വിധി. അതുകൊണ്ട് ഇതിനകത്ത് വധശിക്ഷ കൊടുത്തതിനകത്ത് ഒരു തെറ്റും കാണാനില്ല, അതാണ് ശരി. തീർച്ചയായും താങ്കളുടെ നിരീക്ഷണവും അതോടൊപ്പം തന്നെ വിലയിരുത്തലും വളരെ ശ്രദ്ധേയമാണ്. വളരെയധികം നന്ദി ജസ്റ്റിസ് കമാൽ പാഷ പ്രതികരിച്ചതിന്.